നമസ്കാരം. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് കടുത്ത നടപടി നൽകാൻ ഒരുങ്ങി സൈന്യം. ഇതിനെ തുടർന്ന് വാഹനവ്യൂഹത്തിന് നേരെ വെടിവയ്പുണ്ടായ ഷാസിത്താറിന് സമീപമുള്ള വനമേഖലയിൽ തിരച്ചിലിനായി കൂടുതൽ സംഘത്തെ സൈന്യം വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം അക്രമം നടത്തിയ ഭീകരർ പ്രദേശത്തെക്കുറിച്ച് മികച്ച ധാരണയുള്ളവരാണെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഭീകരർ പ്രദേശവാസികൾ ആകാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 3 പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് ദേശീയപാതയിലും വാഹന പരിശോധന കർശനമാണ്. വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. അതേസമയം ഭീകരർക്ക് കടുത്ത തിരിച്ചടി നൽകുവാൻ വലിയ തയ്യാറെടുപ്പുകളാണ് സൈന്യം നടത്തുന്നത്. ഭീകരരെ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമായി വൻ തിരച്ചിൽ വേണ്ടതിനാൽ സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നും സേന കൂടുതൽ സഹായം തേടിയിട്ടുണ്ട്. സുരൻകോട്ടിലെ ജനൻവാലി ഖലി, പൂഞ്ചിനടുത്തുള്ള സനായി പ്രദേശത്തിന് ചുറ്റും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓരോ വാഹനങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും സഹായത്തോടെയാണ് സൈനിക നടപടി വനമേഖല കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നത്. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതി നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പൂഞ്ച് ഭീകരാക്രമണത്തിൽ ചൈനയുടെ ഇടപെടൽ വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് സൂചനയും സൈന്യം നൽകി. ഇതിന് തെളിവായി റൈഫിളുകളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചത് M4A1 ടൈപ്പ് 561 എന്നീ ചൈനീസ് നിർമ്മിത അസോൾട്ട് റൈഫിളുകളാണ്. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. ഇത് പൂഞ്ച് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചൈനീസ് ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്.